വേലി കിടന്ന പാമ്പിനെ എടുത്ത് കോണം കൊടുത്തു എന്ന് കേട്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ വി ഡി സതീശൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുണ്ടൊടുക്കാൻ അറിയില്ല, മലയാളം പറയാൻ അറിയില്ല, ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണോ രാഷ്ട്രീയം ഇടപെടുന്നത്? അല്ല, വി ഡി സതീശന് ഇതെന്ത് പറ്റിയത്? 2009 നമ്മുടെ തരൂര്, നമ്മുടെ വിശ്വപൗരൻ ഡൽഹി നായർ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വന്നപ്പോൾ കോൺഗ്രസ്സുകാരടക്കം, വി ഡി സതീശൻ അടക്കം പറഞ്ഞത് എന്താണ്? ഇയാൾ എവിടുന്ന് വരുന്നു, ഇയാളെ തിരുവനന്തപുരത്തുകാർക്ക് അറിയില്ല, മലയാളം അറിയില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ 2009 മുതൽ നിങ്ങൾ ഈ 24 വരെയും ചുമന്നുകൊണ്ട് നടക്കുകയല്ലേ, താഴെ വച്ചിട്ടില്ലല്ലോ. പിന്നെ നിങ്ങൾ ഈ BJP രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേരെ എന്തിന് കുരയ്ക്കാൻ പോകുന്നത്? കേരളത്തിൽ BJP ഇടം പിടിക്കുന്നു, അത് തന്നെ കാരണം വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകാൻ വേഷം കെട്ടിയിരിക്കുകയാണ്. വേറൊരു നായരും റെഡിയായിട്ടിരിക്കുകയാണ്, നമ്മുടെ ചെന്നിത്തല നായർ. പെരുന്നേല നായർ അനുമതിയും കൊടുത്തു, ചെന്നിത്തല നായരായാൽ മതി. അങ്ങനെ സ്വപ്നം കണ്ടിരിക്കുമ്പോഴാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ വരവ്. ഇവർ വിചാരിച്ചു സുരേന്ദ്രനോ മുരളീധരനോ ഒക്കെ തന്നെ ആയിരിക്കും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. വലിയ ചലനമൊന്നും ഉണ്ടാക്കത്തില്ല, അവിടെ ഇവിടെ 10 വോട്ട് കൂടും, അത്രയുള്ളെന്നാണ് കരുതിയത്. പക്ഷേ നേർവിപരീതമാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കെടുക്കുമ്പോൾ 11 ഇടങ്ങളിൽ 1-ാം സ്ഥാനം, 11 നിയമസഭാ മണ്ഡലങ്ങളിൽ, 18 നിയമസഭാ മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനം. പോരെ കോൺഗ്രസിന് ഹാലിളകാൻ? അങ്ങനെ ഹാലിളകി നിൽക്കുന്ന വി ഡി സതീശനാണ് ഈ വെളിവില്ലാത്ത രീതിയിലുള്ള വർത്തമാനം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. മുണ്ടൊടുക്കാൻ അറിയില്ല, ഈ കോൺഗ്രസ് ഇത്രയും കാലം എല്ലാവരും മുണ്ടുകൊടുത്ത് കതറ് വിട്ട് പെരുപ്പിച്ച് കിടക്കുകയല്ലേ. കോൺഗ്രസ്സുകാരെ കണ്ടാൽ അറിയാമല്ലോ, ഈ പണ്ടായിരുന്നു ഈ കുറച്ച് ഈ പിഞ്ഞിയ കതറും ഷർട്ടൊക്കെ ഇട്ട് നടക്കുന്നത്. ഇപ്പോൾ അതല്ലോ ആട്ടയ്ക്ക് പെരുപ്പിച്ച്, മസിലും പെരുപ്പിച്ച് കുറേ അമൂൽ ബേബികൾ ഇന്ദിരാഭവൻ്റെ മുമ്പിൽ ഇങ്ങനെ അണിനിരക്കും. പിന്നെ കുറേ പെട്ടിയെടുപ്പുകാരന്മാരും ഉണ്ട്. എന്തിനു കൊള്ളാം? നേരെ ഒരു സമരം ചെയ്യാൻ പോലും കഴിവില്ലാത്ത കുറേ ഉണ്ണാക്കന്മാരാണ് ഈ കോൺഗ്രസ്സുകാരെന്ന് പറയുന്നത്. അവരാണ് ഇപ്പോൾ BJPയുടെ നേരെ കുരയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നത്, പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേരെ. എന്ത് പ്രയോജനം? വെറുതെ അവനവൻ്റെ പണി ചെയ്യുക, അല്ലാതെ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ നേരെ കുരയ്ക്കാൻ പോകാതിരിക്കുക. രാജീവ് ചന്ദ്രശേഖറിനെയും തരൂരിനെയും കൂടി നിർത്തിയാൽ ആരായിരിക്കും നല്ല മലയാളം പറയുക? ഇപ്പോഴും തരൂര് ബബ്ബ അടിക്കുമല്ലോ ചിലയിടത്ത് പറയുമ്പോൾ. രാജീവ് ചന്ദ്രശേഖർ അതില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഇവർ ഭയക്കുന്നത് എന്തിനെയാണ്? കേരളത്തിൽ BJP വലിയ മുന്നേറ്റം കുറിക്കുന്നു. കാരണം വികസിത കേരളം എന്ന പരിപാടിയുമായിട്ട് കേരളം മുഴുവൻ യാത്ര ചെയ്യുകയാണ് രാജീവ് ചന്ദ്രശേഖർ. അതും ഓരോ ഇടങ്ങളിൽ ചെന്ന് ജില്ലകളുടെ അടിസ്ഥാനത്തിൽ അതാത് സ്ഥലങ്ങളിലുള്ളവർ നേതാക്കന്മാരുമായിട്ട് രാജീവ് ചന്ദ്രശേഖർ സംവദിക്കുന്നു. അത് താഴെ തട്ടിൽ എത്തിക്കാൻ വേണ്ടിയുള്ള പ്രയത്നമാണ്. പ്രത്യേകിച്ച് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാക്കണം. അവിടെ നിന്നായിരിക്കും പിന്നീട് അങ്ങോട്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ മുന്നേറ്റം കുറിക്കാൻ പോകുന്നത്. അതൊക്കെ ലാക്കാക്കിക്കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഇത് കോൺഗ്രസിന് അറിയാം. BJP കേരളത്തിൽ സ്പേസ് പിടിക്കുമ്പോൾ ആരുടെ വോട്ട് വിഹിതം കുറയുന്നു? കോൺഗ്രസിൻ്റെ ഈ ക്രൈസ്തവ വോട്ടുകൾ മുഴുവൻ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? BJPയിലേക്കാണ്. ഒരു കാലത്ത് നമുക്കറിയാം, ക്രിസ്ത്യാനിയാണോ, അവരുടെ വോട്ട് കോൺഗ്രസിനാണ് എന്ന് കണ്ടിരുന്ന കാലമുണ്ട്. ആ കാലം പോയി. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിലെ ക്രൈസ്തവരെ മുഴുവൻ കോൺഗ്രസ്സുകാർ തെറ്റിദ്ധരിപ്പിച്ചു, CPMകാരും. ഇത് ഹിന്ദുത്വ രാഷ്ട്രീയമാണ്, ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടിയുള്ള പോക്കാണ്. 2016 ശേഷം പൗരത്വ ബില്ല് വന്നു കഴിഞ്ഞപ്പോഴും പിണറായി വിജയൻ നെഞ്ചുപൊട്ടി കരയുകയല്ലായിരുന്നു കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾക്കിനി ഇവിടെ സ്വസ്ഥതയില്ല, നിങ്ങളെ ഇവിടെ പൊറുപ്പിക്കാൻ അനുവദിക്കത്തില്ല, നിങ്ങൾക്ക് രക്ഷകനായിട്ട് ഞാനേ ഉള്ളൂ എന്നും പറഞ്ഞ് ഏങ്ങലടിച്ച് നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങിയ കാരണഭൂതൻ ഇപ്പോൾ മുസ്ലിങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ടല്ലേ മുമ്പോട്ട് പോകുന്നത്? ആവുന്ന പ്രീണനം നടത്തിയില്ലേ?
മോളെ പിടിച്ച് മുഹമ്മദ് റിയാസിന് കൊടുത്തു. എന്നിട്ട് വീണ്ടും മുസ്ലിങ്ങളുടെ വോട്ടും വാങ്ങിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ നേരെ തിരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ഹിന്ദുത്വ പ്രീണനം നടത്തി വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ക്രൈസ്തവ വോട്ടുകൾ മുഴുവൻ വഖഫ് ഭേദഗതി ബില്ല് വന്നു കഴിഞ്ഞ് കൃത്യമായ വിവരങ്ങളും ക്രൈസ്തവർക്ക് തിരിച്ചറിഞ്ഞു. അവർ BJPയോട് കൂറ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. BJP വഴി കാര്യങ്ങൾ പലതും നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദി സർക്കാരുമായിട്ട് കേരളത്തിലെ ബിഷപ്പുമാർക്കൊക്കെ നല്ല ബന്ധവുമുണ്ട്. അത് മുതലെടുത്തു പോകും എന്ന് കൃത്യമായി VD സതീശൻ അറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ മുണ്ടുടുക്കാൻ അറിയില്ല, മലയാളം ഇല്ല എന്നൊക്കെ പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖരനെ തരം താഴ്ത്തുന്നത്. രാജീവ് ചന്ദ്രശേഖർ ചില്ലറ നീക്കമൊന്നുമല്ല നടത്തുന്നത് കേട്ടോ. അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു മാർഗരേഖയോടുകൂടി മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇതായിരുന്നു മുൻകാലങ്ങളിലും വേണ്ടത്. അങ്ങനെ വന്നിരുന്നുവെങ്കിൽ ഒരു 5 വർഷം മുമ്പ് കേരളത്തിൽ BJP രക്ഷപ്പെടുമായിരുന്നു. 2016 ഒരു സീറ്റ് കൈവശം ഉണ്ടായിരുന്നു. 21 കൊണ്ടുപോയി മറ്റവരുടെ വായിലിട്ട് കൊടുത്ത് തൊലച്ചു. പിന്നീട് ഇപ്പോൾ പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഒരു വിജയസാധ്യതയിലേക്ക് പോകാവുന്ന ഇടവും അറിഞ്ഞുകൊണ്ട് തൊലച്ചു. ഇതൊക്കെ രാജീവ് ചന്ദ്രശേഖരന് അറിയാം. രാജീവ് ചന്ദ്രശേഖർ സുസമ്മതനാണ് BJPയിൽ. അത് BJPക്ക് ഏറെ ഗുണം ചെയ്യും. ഇതെല്ലാം കൃത്യമായിട്ട് കോൺഗ്രസ്സിലുള്ളവർ മനസ്സിലാക്കും. കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടല്ലോ. ആ ഭരണവിരുദ്ധ വികാരം വരുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളായി മാറേണ്ടത് ആരാണ്? നമ്മുടെ കോൺഗ്രസ് ആണ്, UDF ആണ്. സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്, പ്രതിപക്ഷമാണ്. പക്ഷേ ഇവിടെ പൂർണ്ണമായിട്ടും ഗുണഭോക്താക്കളായി മാറാൻ UDFന് കഴിയുന്നില്ല. ആ സ്പേസ് BJP കൊണ്ടുപോകുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതാണ് ഇവിടെ VD സതീശനും മറ്റും ഹാലിളകുന്നത്. അങ്ങനെ ഇത് അപ്പോൾ വിചാരിക്കും UDFന് കിട്ടുന്നില്ല. പിണറായി വിജയൻ എന്ത് ചെയ്യും? ഹാട്രിക് അടിക്കും. BJP 2026 ഇവിടെ അധികാരത്തിൽ വരാൻ പോകുന്നില്ല. UDF ശിഥിലമാകും എന്നുള്ളത് കൃത്യമായി കോൺഗ്രസ്സുകാർക്ക് അറിയാം. കാരണം ഇനിയും ഘടകകക്ഷികളൊന്നും ഇതിനകത്ത് നിൽക്കാൻ പോകുന്നില്ല. അവരവരുടെ വഴി തേടിപ്പോകും. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസും ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. രമേശ് ചെന്നിത്തല ഇനി എത്ര നാൾ ഇങ്ങനെ നിൽക്കും? മുഖ്യമന്ത്രി പദം ഇല്ലാതെ കളഞ്ഞിട്ട് പോകും. BJP പരവതാനി വിരിച്ചു കൊടുക്കും രമേശ് ചെന്നിത്തല അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ. ഒന്നുമല്ല, ഒരു ഗവർണറായിട്ടെങ്കിലും പോകാം. അപ്പൊ രാജീവ് ചന്ദ്രശേഖർ കേരളം മുഴുവൻ അങ്ങ് എടുക്കാൻ തയ്യാറെടുക്കി നിൽക്കുമ്പോൾ VD സതീശ, നിങ്ങൾ ഹാലിളകണ്ട.